ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മസ്കറ്റിലെ ഒരു കംപ്ലീറ്റ് വ്ളോഗും ആയിട്ടാണ്. മസ്കറ്റിൽ നമ്മൾ കുറച്ച് മുൻപേ പോയപ്പോൾ എടുത്ത വീഡിയോസാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ഞാനും എൻ്റെ സിസ്റ്റേഴ്സും ബ്രദറിൻ്റെ വൈഫും എല്ലാവരും കൂടിയിട്ട് നമ്മൾ ലേഡീസ് ഒള്ളി ട്രിപ്പായിട്ട് മസ്കറ്റിലെ കുറച്ച് സ്ഥലങ്ങൾ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുൻപായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിൽ ഭയങ്കരമായ ഒരു അത്ഭുതപ്പെട്ട ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾ മിസ്സാക്കണ്ട. ചിലത് എല്ലാവർക്കും ഇപ്പം എന്താണ് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കണ്ടിരിക്കാനുള്ളൊരു ക്ഷമയൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഇങ്ങനെ 2-ലും 3-ലൊക്കെ ഇട്ട് അടിച്ച് ഇങ്ങനെ പോവേലായിരുന്നു. ചില നല്ല സ്പീഡിലാക്കിയിട്ടില്ലും എല്ലാവർക്കും ഇപ്പം ഒന്നാമത് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാണ്ടല്ലാന്ന് ചെയ്യുന്നത്. അപ്പം എന്താണ് എനിക്ക് തോന്നുന്നില്ല കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ക്ഷമയോടെ ഇരിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഫുള്ള് കാണുന്നില്ലെങ്കിലും ആ ഒരു സംഭവം ഒന്ന് കാണണം കേട്ടോ. അത് കുറച്ച് ലാസ്റ്റിലായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു അത്ഭുതം തന്നെ പറയാം. അത് കാണാതിരിക്കരുത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മസ്കത്തിൽ തന്നെയുള്ള സ്ഥാപനമാണ് കേട്ടോ, കാട്ടൂർ കാർ വാഷ്. അതുപോലെ നമ്മുടെ കാട്ടൂർ കഫേയും മസ്കറ്റിലുണ്ട്. പിന്നെ നമ്മുടെ റീൽസിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കാട്ടൂർ ഗാരേജും വരുന്നത്. അപ്പോൾ ഇതാ നിങ്ങൾ അതിൻ്റെ അടുത്തും മസ്കറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്ക് കാറൊക്കെ കച്ചറയായി കഴിഞ്ഞാൽ നമ്മുടെ കാർ വാഷിൽ വന്നിട്ടൊന്ന് സർവീസ് ചെയ്ത് നോക്ക് കേട്ടോ. സർവീസ് ഞാൻ ആദ്യം ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പം കുറച്ചൊരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഞാൻ തോന്നുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത സമയത്തൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് വരുന്നത് വാദി കബീറിലാണ് കേട്ടോ. പെട്രോൾ പമ്പിൻ്റെ എല്ലാം അടുത്തായിട്ട് തന്നെയാണ് ആ ഒരു നമ്മുടെ കാട്ടൂർ കഫേയും വരുന്നത്, അൽമായ പെട്രോൾ പമ്പിൻ്റെ അടുത്ത്. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു കാർ വാഷും വരുന്നത്. എന്തായാലും കാറെല്ലാം പോയിട്ട് ഒന്ന് കഴുകിയിട്ടെല്ലാം അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ UAE നിന്ന് പോയ സമയത്ത് ഇവർക്കൊക്കെ നമ്മളെ ക്യൂട്ടായിട്ടുള്ള മാല, കമ്മൽ, അതുപോലെ മോതിരമൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു 3 പേർക്കും. അപ്പോൾ അതൊക്കെ ഇവരിന്ന് നോക്കിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് പോകുന്നത്. 2-3 സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കന്തത്തിലേക്കാണ് പോകുന്നത്. എനിക്കൊന്ന് റീൽ എടുക്കാനാ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇത്തത്താൻ ഈ മേക്കപ്പിൽ നഫീസയാണ് നമ്മുടെ ഡ്രൈവർ. ഈ റോഡ് നല്ല രസമാണ്. നോക്കിയൊക്കെ മേലേക്ക് മലകൾ കാണും. ഗ്ലാസ് താക്കുന്ന ഇതിലാണ് നമ്മുടെ സൂര്യയും പിന്നെ എല്ലാം മലകളും. പൗരാണിക ഒമാനിൽ മലകളായി നിറയപ്പെട്ട ചുറ്റപ്പെട്ട ഇപ്പൊ വീട്ടിലില്ല. നമ്മുടെ ഈ ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഒരു ഫിലിമില്ലേ, സൂര്യന്റെ ഒരു ഫിലിം. എന്താ പേര് അതിന്റെ? പറഞ്ഞ ആ പാട്ട് പാടിയ തുടിക്കരുത് ആ ഒരു പാട്ടില്ലേ, അത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു സമയമായോടെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകാത്ത ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. മനസ്സിലായാ? നമുക്ക് ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം രാത്രി ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മസ്കറ്റിലെ രാജാവിൻ്റെ ആ ഒരു കൊട്ടാരത്തിലേക്കാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ അകത്ത് പ്രവേശനമൊന്നുമില്ല. അതിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും മസ്കറ്റിലെത്തിക്കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ ഈ ഒരു കൊട്ടാരം കാണാന്നുള്ളത്. കാക്ക കരിയുന്നുണ്ട് അല്ലേ? ഫ്ലവേഴ്സ് ഇതാ, നല്ല ഫ്ലവേഴ്സ്. ഇതിപ്പോൾ നല്ല ടൈമായതും തണുപ്പായതുകൊണ്ടില്ലേ ഫ്ലവേഴ്സ് അങ്ങനെ നട്ടിട്ടുണ്ട്. നമ്മളെ കാക്ക കരിയുന്നത് കുറേ കാലത്ത് ശേഷം കാക്കൻ്റെ കരച്ചിൽ കേട്ട്. ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല, പുറത്തുനിന്ന് ഇങ്ങനെ നോക്കാം. ഈ ഒരു വീഡിയോൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ ലൈവായിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇല്ലാത്ത സമയത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം. പോയിക്കൊണ്ടിരിക്കുന്ന ഇടം വരെ എത്തി. നമ്മൾ രാത്രി ഇങ്ങനെ ജില്ലയിൽ പോയിട്ട് നമ്മൾ മത്ര സൂക്കിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സൂക്കിന്റെ അടുത്ത് നല്ല കാറ്റുണ്ട്, വിൻഡോയിലും തുറന്നിട്ടുണ്ട്. അതിന്റെ അടുത്ത് തന്നെ നമ്മുടെ കപ്പല് ക്രൗഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. മസ്കറ്റിൽ വെച്ചിട്ട് ക്രൗഡ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇത് വരുന്നത്. ഓക്കെ, സ്റ്റാർബക്സ് പോവാം. ഓക്കെ, മത്ര സൂക്കിലെത്തിയിട്ട് നമ്മൾ വണ്ടി പാർക്കിലും ചെയ്യുമ്പോഴേക്കന്നെ കുട്ടികൾക്ക് വിശക്കുന്ന പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടി സാൻഡ്വിച്ച് എല്ലാം വാങ്ങിക്കൊടുത്തിട്ട് അത് നമ്മൾ സൂക്കിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അവിടെ പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്തതിനാൽ ചീപ്പായിട്ട് കിട്ടുന്ന കുറേ സാധനങ്ങളും അതുപോലെ ഒമാനി മാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ പിന്നെ ചീപ്പായിട്ട് ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ അതിന് കണക്കായിട്ട് റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ട പല കളറിലുള്ള ഇതുപോലെ എന്താണ് അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇന്നേഴ്സ് ഇട്ടിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലേ. അപ്പം നമ്മൾ ആ സൂക്കിൻ്റെ അകത്തേക്ക് പോകുന്നത്. ഇവിടെ നമ്മുടെ കോർണിഷ് എന്ന് പറയുന്ന സ്ഥലം, അബുദാബി കോർണിഷ് തന്നെ പറയില്ല, അതുപോലെ ഒമാൻ്റെ ഒരു കോർണിഷ് തന്നെ പറയും ഇവിടെ, മത്ര കോർണിഷ് ഒക്കെ. അപ്പോൾ അവിടുത്തെ നേരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് മത്ര സൂക്ക്. ഇതില്ലേ ഇവിടെ നമ്മുടെ ഒമാനിൽ പതി കിടക്കിടക്കെ വാതി സംഭവം ഉണ്ടായില്ലേ മഴ പെയ്തിട്ട്. ഈ ഭാഗത്തെല്ലാം വേഗം വെള്ളത്തിനടിയിലാകുന്ന ഭാഗങ്ങളും ഷോപ്പുകളും ഓക്കെ. ഇവിടെയാണ് ഈ ഒരു കടൽ വരുന്നത്. ഇത് പൊട്ടിട്ട് ഇപ്പം ശരിയാക്കി. അങ്ങനെ നമ്മൾ ഈ ഒരു മത്ര സൂക്കിൽ കയറിയ പാടെ തന്നെ കുറച്ച് സുവിനിയർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ കല്യാണം കഴിയുന്നത് വരെ ഉണ്ടായത് ഒമാനിലാണ്. ആ ഒരു സമയത്ത് ഇതൊന്നും വാങ്ങാൻ തോന്നിയിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം അതിൻ്റെ ആ ഒരു അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടും നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് കൊണ്ടും ഇത് വാങ്ങിയിട്ട് ഫ്രിഡ്ജിന് ഒട്ടിക്കുക എന്ന് പറയുന്നത് ഒരു ഹരമായിട്ട് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒമാൻ്റെ ആ ഒരു പിന്നെ സുവിനിയറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. അതിൻ്റെ ആ ഒരു ഹാങ്ങിങ് ഒക്കെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഇപ്പം എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ പിന്നെ സ്റ്റിക്ക് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒമാൻ്റെ ആ ഒരു സുവിനിയറാണ് കേട്ടോ. ഇപ്പം ഇതാ ഈ മത്ര സൂക്കിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ ആ ഒരു സംഭവം നോക്കി നോക്കിയാൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നല്ല ആൻറ്റിക്ക് സാധനങ്ങളും നമ്മൾ പുതിയ വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി ഏതെങ്കിലും ഒരു കോർണറിൽ ഇതുപോലുള്ള ലൈറ്റൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതാ നിങ്ങൾ നോക്കിയത് ഞാൻ പറഞ്ഞത് നല്ല രസമില്ലേ ആ താഴെ ഹാങ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതെൻ്റെ എൻ്റെ കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 2 റിയാലാ മറ്റോ പറഞ്ഞിട്ട് 1 റിയാലാ മറ്റാന്നൊന്നും കിട്ടിയത്. ബാർഗെയിൻ ചെയ്യണം കേട്ടോ. എന്നാലില്ലെങ്കിൽ അവർ തോന്നിയ വില ഇടും. അവിടെ കയറി കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ട പണ്ട് നമ്മൾ നാട്ടിലേക്കെല്ലാം വരുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് പണ്ടുള്ള ഗൾഫുകാരെ ആ ഒരു പെട്ടിയിലൊക്കെ കാണുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോപ്പീസ് കാര്യങ്ങൾ പിന്നെ നല്ല എന്താണ് നമുക്ക് സമയമെടുത്ത് നോക്കിയെടുക്കാൻ പറ്റുന്ന നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒമാനിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മത്ര സൂക്ക് നിങ്ങൾ ഒന്ന് മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. ഒരുപാട് പ്ലേസ് ഉണ്ട് ഒമാനിൽ, ഹിഡൻ പ്ലേസും ഒരുപാട് വെള്ളത്തിൻ്റെ വാദികൾ ഇഷ്ടം പോലെ ഉണ്ട്.
അവിടെയൊക്കെ പിന്നെ സിങ്ക് ഹോള് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എന്താണ് കഞ്ചാർ പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് നമ്മളെ ഡ്രൈഡ് റോസ് ഇല്ലേ, നമ്മുടെ മിൽക്ക് കേക്കിനെല്ലാം ഇടുന്ന, അതാണ് ഇത് സംഭവം. ഓക്കെ, ഈ ഒരു 1 റിയാൽ 500. ഇതിൻ്റെ തന്നെ 2 ടൈപ്പ് ഉള്ളത്, ഒന്ന് ഇത്, ഒന്ന് വരുന്നത് ഇത്. ഓക്കെ, ഇത് ഇങ്ങനത്തെ ഷോപ്പിൽ നമുക്ക് കിട്ടും. പെറ്റൽസ് മറ്റേ ബഡായിട്ടുള്ളത്. ഇത് ശരിക്കും ഒറിജിനൽ വാങ്ങിയ നല്ല ഇതിൻ്റെ സ്മെല്ലൊരു ഭാഗത്തുണ്ട്. ഇതിൻ്റെ കളർ നിങ്ങൾ നോക്കി നോക്കിയാൽ കളർ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റോണ്, ലിപ്നിക് സ്റ്റോണ്, കാലിന് ശരിയാക്കി. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മത്ര സൂക്കിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. നമ്മളിതാ കുറച്ച് സാധനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിതാ മസ്കത്തിൽ വരികയാണെങ്കിൽ ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്തോ, ഇക്കാനെ കണ്ടോ. ഇതാണ് കേട്ടോ ഷോപ്പിൻ്റെ. അപ്പുറത്തെ കാണിച്ചു കൊടുത്ത നമ്മുടെ കണ്ണൂര്. അതെയാ, പയ്യന്നൂര്, മുഹമ്മദ് റാഫി. ഓക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇതാ നമ്മൾ കുറച്ച് സാധനങ്ങളിലും വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, മാക്സി ഉണ്ടാവില്ല ഇവിടെ അമ്മാനിടുന്ന മണിത്തൊക്കെയല്ലേ ഇടുന്നത്. വേണ്ട, മൈലാഞ്ചി ഉണ്ട്. ഞങ്ങളെ കുങ്കുമച്ചപ്പ് പരസ്യക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. കോട്ടൻ്റെ കുറച്ച് ലോങ് ആയിക്കോട്ടെ. കുറേ കാലം അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ചെയ്തിട്ടുണ്ട്. നോക്കാം, ഇന്നത്തെ ഷോപ്പിങ്ങിന് വന്നോലേ ബ്ലോഗ് എടുക്കാം. അതല്ല, ആ ഡ്രസ്സ് കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. വീട്ടിൽ തന്നെ ഇടാമല്ലോ ഇങ്ങനത്തത്. ഓപ്പൺ എത്ര ഇതിന് വരുന്നത്?
അങ്ങനെ മദ്രാസ് സൂക്കിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ നമ്മൾ സ്റ്റാർബക്സ് പോയിട്ട് കോഫിയെല്ലാം കുടിച്ച് അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞ് വെച്ചാൽ മദ്രാസ് സൂക്കിൽ കയറിക്കഴിഞ്ഞാൽ കുറേ നടക്കാനുണ്ട് കേട്ടോ, കുറേ നടക്കാനുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ഡേ നമ്മൾ ലൈറ്റ് നൈറ്റ് ആയി വീട്ടിലെത്തുന്ന സമയത്ത് എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവേനേ. നമ്മളിപ്പം സിതാബ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. കുറച്ചൊരു ആൾക്കാരൊന്നും അധികം ഇല്ലാത്തൊരു ഏരിയ ആണ്. അവിടെ ഭംഗി അവിടെ കാണാനുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വെച്ചാൽ ഇവിടെ ഒരു ഇതിലേക്ക് പോവാതെ എപ്പോഴും കുറവല്ല പോകുന്നത്. ഇത് നമ്മൾ അമരാത്ത് ഹൈറ്റ്സ് താഴേക്ക് ഇറങ്ങുന്നു ബാദിക ബീറിലേക്ക്. ഇവിടുന്ന് ഇങ്ങനെ അതുകൊണ്ട് അവർ ആ ഒരു സ്മൂത്തനിങ് ചെയ്തിട്ട് ആ ഒരു നല്ല രസം. മഴ വന്ന സമയത്തൊക്കെ ആ മലേന്റെ അവിടെയൊക്കെ കുറച്ച് ഗ്രീനറി ആയിട്ട് പച്ചപ്പായിട്ട് കാണും. നല്ല സ്വിറ്റ്സർലാൻഡിലെല്ലാം പോയ സാജി അമരാത്തിനെ കുറിച്ച് കുറച്ച് പൊട്ടി പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലേക്ക് ഒറ്റയടിക്ക് പറഞ്ഞു കുറച്ച് അഹങ്കാരമായില്ലേ? മറ്റവരെടുത്താ അവരങ്ങോട്ട് വരുന്ന പറഞ്ഞോ? അങ്ങോട്ടേക്ക് അല്ല, അവരെ കൂട്ടാൻ വേണ്ടി പോണം. അവരെ കൂട്ടാണ് ഇപ്പൊ പോകുന്നത്. അവരെ പിക്ക് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള യാത്ര. അവള് ഉമ്മക്കുണ്ട്. സിതാബ് ബീച്ചിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ സൈഡിൽ അവിടെ കണ്ട ചെറിയ കൃഷിത്തോട്ടങ്ങളിലാണ് കേട്ടോ ഇത്. നമ്മൾ ഫ്യൂഡി സിസ്റ്റേഴ്സിലെ അമ്രീൻ്റെ ഉമ്മയിലും നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബീച്ചിൽ ആ ഒരു ഡേ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കൈപിടിക്ക് മേലെ കൈപിടിച്ച് അമ്മുന് വൈമാറിയാ നോക്കിയേ അറിഞ്ഞിട്ടുണ്ടാവും. അറിയുന്നത്ര കുക്കിങ്ങും ഉണ്ടായില്ലേ, കേക്കും ഉണ്ട്, കുക്കിങ്ങും ഉണ്ട്, വ്ളോഗ് മാത്രല്ല. കേക്കിന്റെ അമ്പി എപ്പം പറയുന്നുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം പിന്നെ നിസാർ വരുന്ന സമയത്ത് കപ്പ് കേക്ക് ആണ് കൊടുത്തത്. ഉണ്ടായത് എയർപോർട്ടിലല്ല, അവിടെയൊന്നും പ്ലം കേക്ക് കഴിച്ചിട്ടില്ലേ? പ്ലം അല്ല, ഇപ്പൊ കൊടുത്തത് ഇഷ്ടമാ. നല്ല പിന്നെ അതേപോലെ തന്നെ അന്ന് കപ്പ് കേക്ക് നല്ല. ഇത് എന്തിൻ്റെ തോട്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായ? നമ്മളെ റാഡിഷില്ലേ, ക്യാരറ്റിൻ്റെ വേറൊരു വിഭാഗം, അതിൻ്റെ തോട്ടാണ് കേട്ടോ ഇത് വരുന്നത്. ഇങ്ങനത്തെ കണ്ടതിനാൽ പിന്നെ ഞാൻ എപ്പം സ്റ്റോപ്പായി എന്ന് പറഞ്ഞാൽ മതി. ആളെ എന്നിട്ട് അവിടുന്ന് കുറച്ച് ഇവരോട് സംസാരിച്ചതിന് ശേഷം ഇവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് കോഴിനെ വളർത്തുന്ന ഫാമെന്നൊന്നും പറയാൻ കഴിയില്ല, കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലവും അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടേ. പുളി പിടിച്ച് നോക്കിയേ ഉണ്ടാ? ഇല്ല, നല്ല പഴക്കില്ലല്ലോ. പഴന്ന് വെച്ചാല് മൂത്ത മരാന്ന് നോക്കിയേ. നല്ല അടിയോ പോലെ പോയ പോലെ ഉണ്ട് കേട്ടാ. നല്ല അവിടെ എന്തോ നട്ടിട്ടുണ്ട്, നോക്കാല്ലേ. പ്രാവിത പ്രാവ് നിങ്ങൾ കണ്ട? പ്രാവിനെ കണ്ട? ഇതാ ഇവിടെ എന്തെല്ലോ നട്ടിട്ടുണ്ട്. നല്ല പാടെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പഠിച്ചോനെ എന്ത് രസം കാണാൻ. ഇതിനെക്കൂടി വെള്ളമെല്ലാം വരുന്നുണ്ട്. ഇതണ്ടാ എന്താ നട്ടിന്നറിയില്ല, എന്തോ നട്ടിട്ടുണ്ട് ഇവിടെ. റാഡിഷന്യമ്മ മുല്ലപ്പൂ കൃഷി ഇട്ടിട്ടാ. ഇതെടാ പുളി കിട്ടിയിട്ട് റബ്ബേതാ. അതാ അവിടെ അതൊരു പുളി ഉണങ്ങിയും തോന്നിട്ടാ. കാണിച്ചേ ഇല്ല, അത് മോശമായതാണ്. ഇല്ല, ഇത് തിന്നാൻ കഴിയില്ല. നല്ലോണം ഉണങ്ങീന് കളയാ. വായിന്ന് ഏതായാലും വെള്ളം വന്ന്, പുളി തിന്നിട്ടില്ല. പുളി പൊട്ടിക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വന്ന്. അങ്ങോട്ടേക്ക് പോവാല്ലോ അവരുടെ അടുത്തേക്ക്. ഒമാനിയും കൂടി ഉണ്ട് കേട്ടോ പറിക്കാൻ. പോവുകയാണ്.
ഫ്രഷ് റാഡിഷ് അവരോട് ചോദിച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയിട്ട് ഇത് കഴിച്ചോ ഇങ്ങനെ കഴിക്കാം, സാലഡ് ആക്കി കഴിക്കും. താങ്ക് യു. ശുക്രൻ. നമുക്ക് പോവാം. നമ്മളെ മറ്റുള്ളൊരു ഫോട്ടോഷൂട്ടിന്റെ ഒരു സ്ഥലമുണ്ട്, അടുത്തേക്ക് പോവാം. അമ്പലി നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് നമ്മളെ കൊറേ നമുക്ക് ഇവരോട് ചോദിക്കുക നമ്മള് പള്ളിയുടെ അടുത്തേക്കാണ് ഉണ്ടായിനി. ഒരു വഴി പറഞ്ഞു കൊടുത്ത് രാത്രിയായി. കറക്റ്റ് സ്ഥലം തന്നെ അല്ലേ? അതിന് മുമ്പ് ഫോട്ടോ എടുക്കാന്നാ പറഞ്ഞ. നീല പെയിന്റ് കണ്ടില്ലേ? ഇതെന്നല്ല ഏരിയ വരുന്ന. അവിടെ ഇതാ ബനാന. കൊറേ ശേഷം വേർത്ത് നടന്നിട്ട്. തുടങ്ങിക്കോ. ഫാഷൻ ഫ്രൂട്ട് മുറിച്ച് നോക്കിയാ എങ്ങനെ ഉണ്ട് നോക്കാലോ. ഉള്ളില് സ്പൂണുണ്ട്, സ്പൂണെല്ലാം കൊണ്ടുവന്നിന്. ആ മുറിച്ചില്ലേ? എടുത്തോക്കിയേ, ടേസ്റ്റ് ഉണ്ട്. നോക്കിയൊക്കെ പുളി പുളി. അത് മറന്നു പോയിട്ടാ. പഞ്ചസാര രസം ഉണ്ടാ? പഞ്ചസാര ഇടണോ അതില്? ഇവിടുന്ന പഞ്ചസാര ഇട്ടാ എന്താ ഇത്? ബയോലൂമിനസെന്റ് വേവ്സ് ഇതിന് പറയാ. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം വെള്ളം. എന്താ ഇത്? ബയോലൂമിനസെന്റ് വേവ്സ് ഇതിന് പറയാ. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം വെള്ളത്തിലൊരു കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് അതിന് കൈമ കിട്ടത്. ഇതങ്ങനെ വളരെ വേറെ ആയിട്ട് കാണാൻ പറ്റും. ചവിട്ടി നിർത്തി എന്താ മോനോ? എന്താ കളിക്കുന്നേ? ലൈറ്റ് ഉണ്ടോ ഇവിടെ? പോയാ? മോളെന്താക്കുന്നേ? ഇതിനാണ് ബയോലൂമിനിസെന്റ് എന്ന് പറയും. ഇതിന്റെ വേവ്സ് കരക്കത നോക്കിയാ അടിപൊളി. കരയില അടിക്കും. ഇതെന്ന് വെച്ചാൽ എനിക്കൊന്ന് കരക്ക് മുട്ടക്ക് വന്ന വെള്ളത്തിൽ ചെറുങ്ങനെ കാണുന്നില്ല. ഇത് ആഷിക്ക് 2-ലുണ്ട്, കുമ്പളങ്കി നൈറ്റ്സിലുണ്ട്. ഇത് സംഭവം എല്ലാരും കണ്ട? ഇത് സംഭവം ഭയങ്കര രസമുണ്ടല്ലേ? ഇതാ കണ്ടില്ലേ? ഇത് കണ്ട ബയോലൂമിനിസെന്റ് എന്ന് പറഞ്ഞ സംഭവം ഇത്ര മൊഞ്ചില്ലതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ കാലെല്ലാം വന്നിട്ടുണ്ടാ എന്ത് മൊഞ്ച്. ഇതാ കണ്ട? ഇതുകൾ ഇങ്ങക്കൊന്ന് ശരിക്കും പറഞ്ഞാല് വൺസിന് ബ്ലൂമും കിട്ടുന്ന സംഭവമായിട്ടാണ്. അല്ലടാ അത് ഇതാടി പെബിൾസാ. എൻ്റെ മോൻ ഇപ്പറുണ്ട്. ഇത് കണ്ടേ എന്റെ കൈ നോക്കിയേ.
ഇത് കണ്ട കുറച്ചും കൂടി സമയം രാത്രി ആകുമ്പോഴേക്ക് നോക്കിയേ നമ്മളെ ഇവിടുത്തെ ഈ ഒരു സംഭവം നോക്കിയേ. ആ കാലിതാ ഇത് സാധാരണ ബീച്ചിലാണ്. യൂട്യൂബിലോടും കാണിച്ചു കൊടുത്തില്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ? എന്നാ പിന്നെ ഇതാ ബീച്ചില് ഉണ്ടായിരുന്നു വെള്ളത്തില്. അത് അങ്ങ് ദൂരെ നമ്മൾ കാണുമ്പോ വേവ്സ് മാത്രം. ഇത് നമ്മള് നേരത്തെ എടുത്ത വീഡിയോനെക്കാളും നല്ല ഡബിൾ മടങ്ങ് ഭംഗിയായി ഓക്കെ അത്രത്തോളം വരും. അത്രത്തോളം വരും. ഇതാ ഉണ്ടാക്കാം. ഞാൻ എന്റെ കാലോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്തോറും ഇങ്ങനെ വരുന്നത് കാലിൽ മൊത്തമായിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലാരും കറക്റ്റ് ആയിട്ട് കണ്ടില്ലേ? ഇവിടുന്ന് ഇറങ്ങാനേ തോന്നില്ല കേട്ടോ. ഇത് കണ്ടിട്ട് ഈ സമയമായോണ്ട് നമുക്ക് കിട്ടിയത് കേട്ടാ. കുറച്ചും കൂടി നേരത്തെ വന്നിട്ട് പോകാൻ മിസ്സാവും. അതിലെ കൂടി പോയിക്കൂടെ നമുക്ക്? ഫുൾ ബ്ലോക്ക്. നമ്മൾ അപ്പൊ അവിടെ അതിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ വീഴാൻ ചാൻസ് ഉണ്ട് അല്ലേ? കൊണ്ട് കാണുന്നില്ല. അപ്പൊ വീണ്ടും വഴി വീണ്ടും തെറ്റിയിട്ട് ഇതാ ലേഡീസ് ഉള്ള ടീമുകൾ ഇങ്ങനെ തേരാപ്പാല നടക്കുകയാണ്. ഉള്ളോട്ടുള്ള ഏരിയ നമുക്കൊന്നും തിരിയുന്നില്ല. കൊറേ റോഡ്സ് ഫുള്ള് ഇവിടെ എത്തിക്കഴിഞ്ഞാല് വേണ്ടിട്ട് തന്നെ കൊറേ ആയില്ലേ. ഫോട്ടോസിനും കുറച്ച് കിട്ടും. ഉള്ള ഫോട്ടോ കൊണ്ട് സമാധാനിക്കാം. പിന്നെയും തെറ്റി. മുമ്പത്തെ ആള് ബാക്കിലേക്ക് കൂടി കുറച്ച് നടന്നു നോക്കാം. കാറാടല്ല പാർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു കോർത്ത വളയില്ലേ പണ്ട് ചൊറവള. ഇതാണ് 3 ചൊറവളകൾ. അതെന്താ പറയുമ്പോ ഈ പോവാ റെഡിയല്ലേ? എല്ലാരും സെറ്റല്ലേ? വെള്ളം കുടിച്ചില്ലേ? ഇങ്ങോട്ടെടുക്ക്. അയ്യോ കളിക്കല്ലേ നഫി. എന്നാ നിങ്ങ എന്നെ കൂട്ടാണ്ട് പോ. ഇവരെ ബഹുമാനം കണ്ട ആകെ ഒരു പെങ്ങളാണ്. പെങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് മലയാളം കിട്ടുന്നില്ല. തരാവണ പകരം വീട്ടണ ആവശ്യമല്ല. അത് വിട്ട് ഓപ്പൺ ഉണ്ടല്ലോ. ഓപ്പണാ പക്ഷെ അത് ആ സ്റ്റെപ്പ് ഇല്ല. ക്ലോസ് ഇവിടുന്ന് വേഫിൾസ് കഴിക്കണം. സൂപ്പർ ടേസ്റ്റ്. മാത്രമല്ല ചീസി അല്ല സംഭവം ഉണ്ട്. പക്ഷെ ടേക്ക് ഡൈനിങ് ഇല്ല. ചീസി ഫ്രൈസ് ടേക്ക് അവേ ആക്കിയാലോ? ചീസി ഫ്രൈസ് അതെന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാം. Is there dine-in? It's not there. Will it take time? Like when will it open? I don't know until we fix this shaving. This week? Inshallah. അപ്പം ചീസി ഫ്രൈസ്, ഡൈനമൈറ്റ് ഫ്രൈസ്, ചിക്കൻ എത്ര വേണ്ടേ? 3 വേണ്ടി വരുമോ? നമ്മളിതാ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ബാക്കി എന്റെ വിശദ വിവരങ്ങളും പറഞ്ഞോളൂ. ഫുഡ് ബ്ലോഗർ പറഞ്ഞോളൂ. ഇതന്നെ ഡൈനാമിക് ഫ്രൈസ് മസ്റ്റ് ട്രൈ വേഫിൾ കഫേയിലെ. എവിടെ സ്ഥലം ഇവിടെ വരുന്നത്? അതുണ്ടോ? ഇതിന്റെ ഷ്രിമ്പും ഉണ്ട്. അതും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അന്ന് ഒന്ന് ഷ്രിമ്പ് ആക്കിയാ ഞാൻ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ ബീഫും വരുന്നുണ്ട്, ചിക്കനും വരുന്നുണ്ട്. പക്ഷെ ബീഫിനെക്കാളും ഇതിന് എത്ര വരുന്നു? ഈ ഒരു ബോക്സിന് എത്ര വരുന്നു? അല്ലെങ്കിൽ 1.5 ആണെന്നറിയില്ല. ഇതെവിടെ സ്ഥലം വരുന്നത്? നമ്മൾ സിതാബ് ബീച്ചിൽ പോയ സമയത്ത് കണ്ട ആ ഒരു ബയോലൂബിസൈഡ്സ്, ആ ഒരു ബ്ലൂ കളറിലുള്ള സംഭവം ഇല്ല. എൻ്റെ ലൈഫിൽ ഞാൻ വെരി ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നതാണ് കേട്ടോ. ശരിക്കും അത്ഭുതം കൊണ്ടില്ലേ പകച്ചു പോയി എന്ന് തന്നെ പറയാം.
പഠിച്ചോണ്ട് എന്തൊക്കെയാണല്ലേ ഈ ഒരു ഭൂമിയിൽ ദുനിയാവിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ആക്കി തന്നിട്ടുള്ളത്. അതെന്ന് വെച്ചിട്ടല്ലേ അതിനന്ന് സ്റ്റോറി ഇട്ട സമയത്ത് അതിൻ്റെ പിറ്റേന്ന് ആൾക്കാരൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം അത് ഉണ്ടായിട്ടില്ല. നമ്മൾ വിചാരിക്കാണ്ട് ഞാൻ പറഞ്ഞ രാത്രി ആകുന്തോറും അതിൻ്റെ പ്രകാശം വർദ്ധിച്ച് നമുക്ക് അവിടുന്ന് വരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. കുറച്ച് കുപ്പിയിലെല്ലാം ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നമ്മളത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം വരെ ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ഇങ്ങനത്തെ ഒരു അത്ഭുതം ഇനിയും നമ്മൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നില്ലേ. നമ്മൾ കാണാത്തതും അറിയാത്തതുമായ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ഒരു ദുനിയാവ് തന്നെ പറയാല്ലേ, ഈ ഒരു വേൾഡ്. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾക്കത് കാണാത്തവർക്ക് ഇതിലേക്കൂടിയൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നമ്മൾ പിറ്റേന്ന് സിംഗോളിലേക്കെല്ലാം പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ. സീ യു.